അറബ് ലോകത്ത് പുതുതായി രൂപം കൊള്ളുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും പൊറുപ്പിക്കുകയില്ലെന്ന് UAE വിദേശകാര്യമന്ത്രി ഡോക്ടർ അൻവർ ഗർഷാൽ വ്യക്തമാക്കി. അബുദാബി സ്ട്രാറ്റജിക് ഡിബേറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നതാണ് UAEയുടെ നയമെന്ന് UAE വിദേശകാര്യമന്ത്രി ഡോക്ടർ അൻവർ ഗർഷാൽ വ്യക്തമാക്കി. അറബ് മേഖലയിൽ ഉടലെടുത്ത ദായിഷ് പോലുള്ള ഭീകരവാദ സംഘടനകളെ രാജ്യത്തിനകത്ത് ഒരു തരത്തിലും വേരുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും എമിറേറ്റ്സ് പോളിസി സെന്റർ സംഘടിപ്പിച്ച നയതന്ത്രതല ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. അറബ് മേഖലയിലെ പ്രാദേശിക തീവ്രവാദ പ്രവർത്തനങ്ങൾ മറ്റ് സമീപ രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത്തരം തീവ്രവാദ പ്രവർത്തനത്തിനെതിരെയും സമൂഹത്തിന് ഭീഷണിയാവുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ജനങ്ങൾ ജാഗരൂകരാവണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അൽ-ഖ്വയ്ദയും ദായിഷും മുന്നോട്ട് വെക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്തിന് മൊത്തം ഭീഷണിയാണ്. ഇവയെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും UAEയുടെ പിന്തുണയുണ്ടാവുമെന്നും ഗർഷാൽ പറഞ്ഞു. ദീർഘകാലമായി വിദേശ രാജ്യങ്ങളുമായി UAE സമാധാന രീതിയിലും സഹവർത്തിത്വത്തിലുമുള്ള ബന്ധമാണ് നിലനിർത്തുന്നത്. അത്തരം ബന്ധങ്ങൾക്ക് ഭീഷണിയാവുന്ന പ്രവണതകളെ ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അബുദാബിയിൽ 2 ദിവസമായാണ് എമിറേറ്റ്സ് പോളിസി സെന്ററിന്റെ പരിപാടി നടന്നത്. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ വിദേശികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട പുതിയ സ്ഥിതിവിവരക്കണക്ക് അധികൃതർ പുറത്തുവിട്ടു. രാജ്യത്ത് എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതലുള്ള വിദേശി സമൂഹം ഇന്ത്യക്കാർ തന്നെയാണെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ജനുവരിയോടെ തൊഴിൽ വിസ വിതരണം പുനരാരംഭിക്കാനിരിക്കെ മാൻ പവർ അതോറിറ്റിക്ക് ജനറൽ സെൻസസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ റിപ്പോർട്ടിലാണ് പ്രവാസികളുടെ രാജ്യം തിരിച്ചുള്ള കണക്കുള്ളത്. 6,53,223 ഇന്ത്യക്കാരാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്ക് പ്രകാരം കുവൈത്തിലുള്ളത്. രണ്ടാമത്തെ വലിയ വിദേശി സമൂഹം ഈജിപ്താണ്. 4,56,543 ഈജിപ്തുകാരാണ് നിലവിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നത്. 1,89,461 മൂന്നാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശ് പൗരന്മാരുടെ എണ്ണം. 1,44,633 പേരുമായി ഫിലിപ്പീൻസും 1,03,116 പേരുമായി സിറിയയും രാജ്യത്തെ വിദേശി സാന്നിധ്യത്തിൽ യഥാക്രമം 4ഉം 5ഉം സ്ഥാനത്താണ്. ഈജിപ്ത് കഴിഞ്ഞാൽ രാജ്യത്തെ അറബ് വംശജരിൽ 2ാം സ്ഥാനവും സിറിയക്ക് തന്നെ. 1,19,847, ശ്രീലങ്ക 1,10,800, എത്തോപ്യ 74,097, ജോർദാൻ 53,141, നേപ്പാൾ 52,704, ഇറാൻ 42,795 എന്നിങ്ങനെയാണ് കുവൈത്തിലുള്ള മറ്റു വിദേശികളുടെ എണ്ണം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരുടെ ആദ്യ സംഘം മടങ്ങിയെത്തി. ഹാജിമാരെ എത്തിക്കുന്ന സൗദി എയർലൈൻസ് വിമാനം നിശ്ചയിച്ചതിലും അരമണിക്കൂർ നേരത്തെയാണ് കരിപ്പൂരിലെത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ സംഘത്തെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. ഹാജിമാർക്കുള്ള മുഴുവൻ സൗകര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി കരിപ്പൂരിൽ തയ്യാറാക്കിയിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 6,896 പേരാണ് ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. 299 ലക്ഷദ്വീപുകാരും 29 മാഹിക്കാരും ഇതിൽ ഉൾപ്പെടും. 346 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് രാവിലെ കരിപ്പൂരിൽ വിമാനമിറങ്ങി. മദീനയിൽ നിന്നും നവംബർ 3 വരെയാണ് ഹാജിമാരെ സൗദി എയർലൈൻസ് 19 സർവീസിലായി നാട്ടിലെത്തിക്കുക. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവ് വന്ന സീറ്റിൽ മുംബൈ വഴി 48 പേർ ഹജ്ജിന് പോയിരുന്നു. ഇവരിൽ പകുതി പേരും കരിപ്പൂർ വഴി മടങ്ങും. 7 പേർ അസുഖ കാരണങ്ങളാൽ ഹജ്ജിനിടെ മരണപ്പെട്ടു. 5 ലിറ്ററാണ് ഇത്തവണ ഹാജിമാർക്കുള്ള സംസം വെള്ളം. പരാതികളില്ലാതെ വളണ്ടിയർമാരുടെ സേവനത്തോടെ കുറ്റമറ്റ രീതിയിലായിരുന്നു ഇത്തവണ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനം. അവരെ സാധനങ്ങളെല്ലാം കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി അവർക്ക് കൊണ്ടുപോകാനുള്ള ട്രോളിയിൽ അതൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെച്ച് അവർ വരുമ്പോൾ അവരെ കൂടെ വളണ്ടിയർമാർ അത് അവരെ വാഹനത്തിൽ കയറ്റി കൊടുക്കുകയാണ്. മക്കയിലും മദീനയിലും വിവിധ സന്നദ്ധ സംഘടനകൾ നടത്തിയ പ്രവർത്തനവും ഹജ്ജാജികൾ എടുത്തു പറഞ്ഞു. നല്ല സ്നേഹം, ഇനി നല്ല ഉഷാറായിട്ട് എല്ലാവരും നമ്മളെ സ്വീകരിച്ചൊക്കെ ചെയ്ത് നല്ല ഉഷാറായി. ആദ്യ സംഘത്തെ വരവേൽക്കാൻ ബന്ധുക്കളടക്കം വൻ ജനാവലിയാണ് കരിപ്പൂരിലെത്തിയത്. സമയകൃത്യതയോടെ സൗദി എയർലൈൻസും മികച്ച സേവനമാണ് ഹജ്ജാജിമാർക്ക് നൽകിയത്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1 മലപ്പുറം. ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർക്ക് ഇത്തവണ മികച്ച സേവനമാണ് നൽകിയതെന്ന് ഇന്ത്യയിൽ നിന്നെത്തിയ ഹജ്ജ് സൗഹൃദാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരും വർഷങ്ങളിൽ ഇതിലും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും സംഘത്തലവൻ ആരിഫ് ബേഗും അംഗം അബ്ദുറഹീം അൻസാരിയും ജിദ്ദയിൽ പറഞ്ഞു. റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദ കോൺസുലേറ്റും ഹജ്ജ് ഓപ്പറേഷൻ വിജയിപ്പിക്കുന്നതിനായി ചെയ്ത പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് പൂർണ്ണ മതിപ്പാണുള്ളതെന്ന് ആരിഫ് ബേഗും അബ്ദുറഹീം അൻസാരിയും പറഞ്ഞു. സൗദി രാജാവും ഭരണകൂടവും ചെയ്തുവരുന്ന സേവന പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹാജിമാർക്ക് നൽകേണ്ട സേവന പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേകം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഹാജിമാർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും കേന്ദ്ര ഹജ്ജ് കാര്യമന്ത്രി കൂടിയായ സുഷമ സ്വരാജ് പ്രത്യേകം നിർദ്ദേശിച്ചതായും BJP നേതാക്കൾ കൂടിയായ ഇരുവരും പറഞ്ഞു. ഹാജിമാർക്കു വേണ്ടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ നിരവധി പേർ പ്രയോജനപ്പെടുത്തിയതായി കോൺസുൽ ജനറൽ BS മുബാറക് പറഞ്ഞു.
മദീനയിലെ ഭക്ഷണ വിതരണം വരും വർഷങ്ങളിൽ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്ഷണ മെനുവിലെ വൈവിധ്യം, അതിന്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തും. ഇത്തവണ മൊത്തം 1,35,914 ഹാജിമാരായിരുന്നു ഇന്ത്യയിൽ നിന്നും എത്തിച്ചേർന്നത്. 113 പേർ ഇതിനകം മക്കയിലും മദീനയിലുമായി മരിച്ചു. 6 കുഞ്ഞുങ്ങൾക്ക് തീർത്ഥാടകർ ജന്മം നൽകുകയും ചെയ്തു. ഹജ്ജ് കോൺസുൽ നൂർ ഷെയ്ഖ് മുഹമ്മദും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ജിദ്ദ. 10ാമത് മിലിപ്പോൾ ഖത്തർ പ്രതിരോധ എക്സിബിഷൻ ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ 35 രാജ്യങ്ങളിൽ നിന്നായി 261 കമ്പനികൾ പങ്കെടുക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശനത്തിനായി ദോഹ എക്സിബിഷൻ സെന്ററിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ രക്ഷാധികാരത്തിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനി നിർവഹിച്ചു. ഫ്രാൻസിലെയും ഒമാനിലെയും പ്രതിരോധ മന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിനെത്തി. പ്രതിരോധ മേഖലയിലെ ലോകത്തെ ഏറ്റവും മികച്ച പ്രദർശനങ്ങളിലൊന്നാണ് മിലിപ്പോൾ 2014 എന്ന് പ്രദർശനത്തിനെത്തിയവർ പറഞ്ഞു. രാജ്യരക്ഷയ്ക്ക് ആവശ്യമായ, പ്രതിരോധത്തിന് ആവശ്യമായ ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്ദർശിക്കാവുന്ന ഏറ്റവും നല്ല നിലവാരമുള്ള എക്സിബിഷനാണ് മിലിപ്പോൾ. ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധതരം ആയുധങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും പ്രദർശനം 3 ദിവസം നീണ്ടുനിൽക്കും. ലോകത്ത് 35 രാജ്യങ്ങളിൽ നിന്നായി 261 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം 8 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ ആദ്യമായാണ് പ്രദർശനത്തിനെത്തിയത്. പ്രതിരോധ മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളെയും അതിനൂതനമായ കണ്ടുപിടുത്തങ്ങളെയും അനാവരണം ചെയ്യുന്ന മിലിപ്പോൾ 2014 മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസത്തിൽ തന്നെ ലഭിച്ചത്. ദോഹയിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. ബഹ്റൈനിലെ വിസ ഫീസിലുള്ള വർധനയും ഏകീകരണവും ഈ മാസം 25 മുതൽ നിലവിൽ വരും. ഹിജ്റ വർഷം തുടങ്ങുന്ന ദിവസമാണ് വർധന നിലവിൽ വരികയെന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത വർഷത്തോടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഫീസ് നിരക്ക് വർധന. കിങ് ഫഹദ് കോസ്വെയറിലെ വിസ നിരക്കിൽ വർധനയുണ്ടാകില്ല. ഈയടുത്ത വിസ ഓൺ അറൈവൽ സൗകര്യം 36 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ വിസ സൗകര്യം 102 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുമായി പുനർനിർണയിച്ചിരുന്നു. ബഹ്റൈനിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള നടപടിക്രമങ്ങൾ ലളിതവും സുതാര്യവുമാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അതുവഴി നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗം ചർച്ച ചെയ്തു. നിയമക്കുരുക്കിലാക്കപ്പെട്ടിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ കാര്യത്തിൽ എത്രയും വേഗം നീതിപൂർവകമായ പരിഹാരം കാണാനും നിക്ഷേപക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് പുതിയ പദ്ധതികൾക്ക് പിന്തുണ നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ദുബായിലെ അൽവാസൻ റോഡിലെ ഗതാഗതം തിരിച്ചുവിടുന്നതിനുള്ള താൽക്കാലിക പാത ഒക്ടോബർ അവസാനത്തോടെ സജ്ജമാകുമെന്ന് RTA അറിയിച്ചു. കനാൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന വാസൽ പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡിൽ പണി പുരോഗമിക്കുന്ന കനാൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലെ അൽവാസൽ പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. കനാൽ കടന്നുപോകുന്ന അൽവാസൽ, ജുമേറ റോഡുകൾക്ക് മീതെ സ്ഥാപിക്കുന്ന പാലങ്ങളുടെ നിർമ്മാണമാണ് 2ാം ഘട്ടത്തിൽ തുടങ്ങുന്നത്. വാസൽ റോഡിൻ്റെതിന് സമാനമായ അത്രയും പാതകളോട് കൂടിയാണ് താൽക്കാലിക റോഡ് പണിയുന്നത്. വഴിതിരിച്ചുവിടുന്നത് മൂലം ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ട്രാഫിക് ഏജൻസി CEO മൈത്ത ബിൻ ഉദായ് വ്യക്തമാക്കി. അബുദാബി ഭാഗത്തേക്കും തിരിച്ചുമുള്ള പാതകളിൽ ഗതാഗതം തിരിച്ചുവിടുന്നുണ്ട്. കനാലിന്റെ കരകളിലായി വൈദ്യുതി കേബിളുകൾ കടന്നുപോകാനുള്ള പാതയൊരുക്കുന്ന ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും തിരിച്ചുവിട്ടാൽ മാത്രമാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുക. അബുദാബി ഭാഗത്തേക്കുള്ള പാലമാണ് ആദ്യം സ്ഥാപിക്കുകയെന്നും ഓരോ ദിശയിലേക്കുള്ള പാലങ്ങളിലും 2 പാതകൾ വീതമുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജുമേറ റോഡിൽ സ്ഥാപിക്കുന്ന പാലത്തിൽ 3 പാതകൾ വീതവും ഉണ്ടാവും. മീഡിയ 1 ദുബായ്. ബഹ്റൈനിലെ കോൺഗ്രസ് ഘടകമായ OICCക്ക് സമാന്തര പ്രവർത്തനങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് എന്ന യുവജന കൂട്ടായ്മയും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും ബഹ്റൈനിൽ സജീവമാണ്. OICCയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ തലവേദന സൃഷ്ടിക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സജീവമായ രംഗത്തുള്ള ഈ സംഘടനകൾ. കോൺഗ്രസ് അനുകൂല സംഘടനയായ OICCക്ക് ബഹ്റൈനിൽ ഔദ്യോഗിക യുവജന വിഭാഗവും പ്രവർത്തനങ്ങളുമുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് യുവജന സംഘടന തങ്ങളാണെന്ന അവകാശവാദമുന്നയിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് എന്ന മറ്റൊരു സംഘടന. ഈ മാസം 24, 25 തീയതികളിൽ യൂത്ത് ഫെസ്റ്റ് എന്ന പേരിൽ യുവജന കലാസംഗമം സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണിവർ. ഈ പരിപാടിയിൽ നാട്ടിൽ നിന്ന് കോൺഗ്രസ് ഭാരവാഹികളെ പങ്കെടുപ്പിക്കുന്നത് തടയാൻ OICC ഘടകം ശ്രമിക്കുന്നുവെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. എന്നാൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട OICC ദേശീയ പ്രസിഡന്റ് ഇത് നിഷേധിച്ചു. OICC അറിയാതെ ഒരു നേതാക്കന്മാർ പുറത്തു പോകരുതെന്ന് KPCCയുടെ ചാർജുള്ള
ജനറൽ സെക്രട്ടറി ശ്രീ തമ്പാനൂർ രവി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് KPC പ്രസിഡന്റിന്റെ ഡയറക്ഷനാണ്. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം എന്ന പുതിയ ഒരു സംഘടനയും OICC തെരഞ്ഞെടുപ്പിന് ശേഷം ബഹ്റൈനിൽ രൂപം കൊണ്ടിട്ടുണ്ട്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ പുതുതായി രൂപം കൊണ്ട മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജെയിംസ് കൂടൽ രക്ഷാധികാരിയും അഡ്വക്കേറ്റ് ലതീഷ് ഭരതൻ പ്രസിഡന്റുമായി തെരഞ്ഞെടുത്തു. പ്രവാസികൾക്കിടയിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനും സാമൂഹിക സേവന പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടനാ യോഗം തീരുമാനിച്ചു. ബഹ്റൈനിൽ OICC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണം ഈ മാസം 24 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ക്ലബ്ബിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. അഡ്വക്കേറ്റ് ശശിധരൻ നായർ MLA, UDF പത്തനംതിട്ട ജില്ലാ കൺവീനർ M. ശംസുദ്ദീൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. OICC അബഹ റീജിയണൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 28-നും റിയാദ് റീജിയണൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് 30-നും നടക്കുമെന്ന് ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ഷെരീഫ് കുഞ്ഞ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യം, സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫും അടുത്ത ദിവസം സൗദിയിലെത്തും. അബഹയിൽ ഒക്ടോബർ 26-ഉം റിയാദിൽ 27-ഉമാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. ഹ്രസ്വ സന്ദർശനാർത്ഥം ജിദ്ദയിലെത്തിയ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലി, മീഡിയ 1 CEO ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർക്ക് തനിമയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ജിദ്ദ ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ തനിമ അഖില സൗദി പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. സഫറുള്ള മുല്ലോറി, CH ബഷീർ എന്നിവർ സംസാരിച്ചു. പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾക്ക് പുറമെ കൃഷി ചെയ്ത് പഠിക്കുകയാണ് അജ്മാൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഈ വർഷവും ഓർഗാനിക് ഫാമിംഗ് രംഗത്ത് വിത്തിറക്കിയിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾക്ക് പുറമെ കൃഷിയെ പ്രായോഗികമായി പഠിക്കുകയാണ് അജ്മാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ കൂട്ടുകാർ. മുളപ്പിച്ചെടുത്ത ചെടികൾ വിത്തുപാകി എങ്ങനെ നടുമെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഗൾഫിലെ കുട്ടികൾക്ക് ഇത് പുതിയ അനുഭവമായിരുന്നു. ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും പ്രത്യേകമായിട്ടാണ് പരിശീലനം നൽകിയത്. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഇവർ ചെയ്യുന്നത്. കുട്ടികൾ തന്നെ തയ്യാറാക്കിയ മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകന്മാരുടെയും കുട്ടികളുടെയും കൂട്ടായ ശ്രമമാണ് ഇത്തരം സംവിധാനത്തിന്റെ വിജയത്തിന് പിന്നിൽ. ഇവർക്ക് ഇവിടെ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുക. കൃഷി എന്താണ്, മണ്ണും പ്രകൃതിയുമായി അടുക്കാനുള്ള സൗകര്യമാണ് സ്കൂൾ ഒരുക്കി കൊടുക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വീട്ടിൽ ചെയ്യാനും ഇവർക്ക് ഇതോടെ പ്രചോദനമാവുകയാണ്. കഴിഞ്ഞ 3 വർഷമായി നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയ സപ്പോർട്ടാണ് നമുക്ക് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. This is a very good idea to make the children aware that we can have farming without using fertilizers and pesticides. കൃഷിയിൽ നിന്നുള്ള വിളവെടുപ്പുകൾ വിൽക്കുന്നതും കുട്ടികൾ തന്നെ. ലഭിക്കുന്ന ലാഭം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് ഈ കുരുന്നുകൾ. പപ്പായയും മുരിങ്ങയും തക്കാളിയും തുടങ്ങി വിവിധ പച്ചക്കറികളാണ് ഈ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നട്ടത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, അജ്മാൻ. ഫഹാഹിൽ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ഈദ് സംഗമം സംഘടിപ്പിച്ചു. കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് ഷിമേഷ് കുമാർ ഓണ സന്ദേശവും KG പ്രസിഡന്റ് KA സുബൈർ ഈദ് സന്ദേശവും നൽകി. K. മൊയ്തു അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ യൂനുസ് ഖാനത്തു സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ സൗഹൃദവേദി റിയാദ് ചാപ്റ്റർ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. സുൽത്താനിയിൽ നടന്ന ഈദ് നിലാവിൽ ഫിറോസ് പാലക്കാട് പെരുന്നാൾ സന്ദേശം നൽകി. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് മുസ്തഫ കവായി അധ്യക്ഷത വഹിച്ചു. MM അൻവാസ്, ഷമീം ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് സമഗ്ര മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സാംസ്കാരിക സംഘടനയായ തനിമ ഏർപ്പെടുത്തിയിരിക്കുന്ന പേൾ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ ഒക്ടോബർ 24-ന് സമ്മാനിക്കും. ഓണത്തനിമ 2014-നോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് അവാർഡുകൾ നൽകുന്നത്. കുവൈത്ത് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രശസ്തമായ പുരസ്കാരമാണ് പേൾ ഓഫ് ദി സ്കൂൾ എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫലകവും സാക്ഷ്യപത്രവും മെഡലും അടങ്ങുന്നതാണ് പുരസ്കാരം. പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ മുഖ്യാതിഥിയായിരിക്കും. ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പ്, സാംസ്കാരിക ഘോഷയാത്ര, കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്, നാടൻ കലാരൂപങ്ങൾ, മ്യൂസിക്കൽ ഫ്യൂഷൻ, സ്മൃതിപൂജ, സംഘടനകൾ സാരഥികൾ, ഡയറക്ടർ പ്രകാശനം തുടങ്ങി നിരവധി പരിപാടികളും ഓണത്തനിമയോടനുബന്ധിച്ചൊരുക്കിയതായി സംഘാടകർ പറഞ്ഞു. ബാബുജി ബത്തേരി, ഇക്ബാൽ കുട്ടമംഗലം, ഉഷാ ദിലീപ്, തോമസ് ഹൈഡൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. മാധ്യമപ്രവർത്തകൻ KM അബ്ബാസിന്റെ ഒട്ടകം എന്ന കഥാസമാഹാരത്തിന് ഇംഗ്ലീഷ് വിവർത്തനം ദുബായിൽ പ്രകാശനം ചെയ്തു. ദി ഡെസേർട്ട് എന്ന പേരുള്ള പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വേണുഗോപാൽ മേനോന് നൽകി UAE എക്സ്ചേഞ്ച് ഗ്ലോബൽ CEO Y. സുധീർ ഷെട്ടി പ്രകാശനം ചെയ്തു. KM അബ്ബാസിന്റെ 6ാമത്തെ പുസ്തകമായ ഒട്ടകം ഷാർജയിലെ RAM വർമ്മയാണ്